ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുടെ കോടികളുടെ മയക്കുമരുന്ന് കച്ചവടം നടത്തിയ എഡിസനെയും കൂട്ടാളികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് വിശദീകരിക്കാൻ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിയോഫിൻ കൊച്ചിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ഏത് രീതിയിലുള്ള ആവശ്യങ്ങളായിരിക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഈ പ്രതികളുടെ കാര്യത്തിൽ കോടതിക്ക് മുൻപാകെ വെക്കാൻ പോകുന്നത്? വിനിഷ, പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് ഇനി NCB ഉദ്ദേശിക്കുന്നത്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ന് പ്രതികളെ എഡിസൺ ബാബുവിനെയും സുഹൃത്തിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. എഡിസൺ ബാബുവും അരുൺ തോമസ് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ളൊരു ആലോചനയിലാണ് NCB. ഒപ്പം ഇവരുടെ ഡിയോൾ എന്ന ഒരു സുഹൃത്തുമുണ്ട്. ഇവരെല്ലാം സഹപാഠികളാണ്. ഇവർ മൂവാറ്റുപുഴയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ഈ പ്രതികൾ തമ്മിൽ വലിയ കണക്ഷനുണ്ട്. ഇവർ ഒരുമിച്ചാണ് ഈ ലഹരി ഇടപാടിൽ ഇവർ പങ്കാളികളാണ്. കൈകാര്യം ചെയ്യുന്നതിനും മറ്റ് ഈ ലഹരി വാങ്ങുന്നതിനുള്ള ആളുകളെ കണ്ടെത്തുന്നതിനുമൊക്കെ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അങ്ങനെ ഡാർക്ക്നെറ്റ് ശൃംഖലയിൽ ഈ കെറ്റാമലോൺ എന്ന ഒരു ഡാർക്ക്നെറ്റ് ശൃംഖല ഉപയോഗിച്ചാണ് ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് NCBക്ക് വ്യക്തമായിട്ടുള്ളത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്വേഷിച്ചതനുസരിച്ച് ഇതുവരെ, അതായത് പൂർണ്ണ വിവരങ്ങൾ ഇവർക്ക് ഇപ്പോൾ ലഭ്യമല്ലെങ്കിൽ കൂടി ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇന്നുവരെ ഒരു പക്ഷേ സാധാരണഗതിയിൽ ഒരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുക്കാറുള്ള ലഹരിയുടെ 10 ഇരട്ടിയിലധികം വരുന്ന ലഹരി ഇടപാടുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അത്രയധികം ലഹരി ഇടപാട് നടത്തിയിട്ടുള്ള ആളാണ് ഈ എഡിസൺ ബാബു. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ 7 ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷയാണ് നൽകുന്നത്. 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ആദ്യം എഡിസനെ ചോദ്യം ചെയ്യും. അതിനുശേഷം മറ്റു കൂട്ടുപ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാനാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ എഡിസന്റെ മൂവാറ്റുപുഴയിലുള്ള വീട് പരിശോധിച്ചപ്പോൾ ഈ സംഭവത്തിന് അല്ലെങ്കിൽ എഡിസനെ പിടികൂടുന്നതിലേക്ക് നയിച്ച വഴി എന്ന് പറയുന്നത് കൊച്ചിയിൽ തപാൽ വഴി എത്തിയ ഒരു പാർസൽ. ആ പാർസലിൽ LSD ബ്ലോട്ടുകൾ കണ്ടെത്തിയതോടുകൂടിയാണ് ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ചത്. നേരത്തെ തന്നെ എഡിസനായി വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ എഡിസൺ ആണെന്നോ ഇയാൾ മൂവാറ്റുപുഴ സ്വദേശിയാണോ എന്നുള്ള വിവരങ്ങളൊന്നും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ ഒരു മലയാളിയായ ഒരാൾ ഒരു മുഖ്യ ആസൂത്രകനായിട്ടുള്ള ഒരു ഡാർക്ക്നെറ്റ് ശൃംഖല വഴി മയക്കുമരുന്ന് കച്ചവടം വ്യാപകമായി നടക്കുന്നു എന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ ഏറെക്കാലമായി 3-4 മാസത്തിലധികമായി തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഒരാഴ്ച മുൻപ്, അല്ലെങ്കിൽ സംഭവം നടക്കുന്നതിന് ഒരാഴ്ചയോളം മുമ്പ് കൊച്ചിയിൽ പാർസൽ വഴി എത്തിയത്. ഈ LSD വ്യക്തമായതോടുകൂടി ഇത് ബുക്ക് ചെയ്തത് മൂവാറ്റുപുഴ സ്വദേശിയാണെന്ന് നാർക്കോട്ടിക് ബ്യൂറോയ്ക്ക് വിവരം ലഭിക്കുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നു. തൊട്ടടുത്ത ദിവസം എഡിസൺ ബാബുവിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നൂറുകണക്കിന് LSD ബ്ലോട്ടുകളും അതോടൊപ്പം മറ്റ് ലഹരി മരുന്നുകൾ, ഇയാൾ ഈ ഡാർക്ക്നെറ്റ് വഴി ഇടപാട് നടത്തിയതിൻ്റെ തെളിവുകൾ, ഒപ്പം ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും ക്രിപ്റ്റോ വാലറ്റുകളും പെൻഡ്രൈവുകളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളെ സംബന്ധിച്ചുള്ള അത് എത്രത്തോളം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധന വേണം. അങ്ങനെ വിദഗ്ധരെ കൊണ്ട് ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ പരിശോധിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി NCB നടത്തുന്നുണ്ട്. വിനിഷ, ശരി. ഏതായാലും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആവശ്യപ്പെടുന്നത്? അതായത് പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ആവശ്യമാണ് ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് എന്തായിരിക്കും കോടതി നിലപാട് എന്ന് കണ്ടറിയണം. കാരണം വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് ശൃംഖല തന്നെ ഇവരുടെ പിന്നാലെയുണ്ട്. വലിയ മാഫിയയാണ് എന്ന് ഇതിനോടകം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഇടയിലുള്ള ക്രിപ്റ്റോ കറൻസി വഴിയുള്ള സാമ്പത്തിക ഇടപാടും. ഏകദേശം 5 കോടി രൂപയോളം വ്യാപാരം നടന്നിരുന്നതായിട്ടുള്ള കണക്കുകളൊക്കെ NCBയുടെ കൈവശമുണ്ട്. അപ്പോൾ കോടതിയിൽ എത്തുമ്പോൾ ഇന്ന് കേസ് കോടതിയിൽ പരിഗണിക്കാനിരിക്കുമ്പോൾ വലിയ പ്രാധാന്യം അതിന് കൈവരുന്നുണ്ട്.